സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്നെ കണ്ടപ്പോ ഞാൻ സ്വപ്നം കാണുകയാണെന്നാ വിചാരിച്ചെ. കനക ചേച്ചി ഒരു നല്ല സ്ത്രീയാ, എന്നോട് വലിയ ഇഷ്ടാ. എനിക്ക് മനസ്സിലായി. ഇവിടെ എങ്ങനെയുണ്ട് നിന്റെ ലൈഫ്? നീ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. നിനക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇവിടെ എല്ലാരും എങ്ങനെയുണ്ട്? സ്നേഹമാണോ? ഒരാളൊഴികെ ബാക്കി എല്ലാവരും നല്ലവരാണെന്നാ എനിക്ക് മനസ്സിലായത്. ആളിനെ എനിക്ക് മനസ്സിലായി. മധു ആന്റി എന്ന് പറഞ്ഞ സ്ത്രീയല്ലേ? പ്രിയ അർജുൻ സാറിന്റെ ഭാര്യയായി എല്ലാവരും സങ്കല്പിച്ചിരുന്നത്. അത് നടക്കാതെ വന്നതിന്റെ ദേഷ്യം എല്ലാവർക്കും ഉണ്ട്. ആ ദേഷ്യത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അർജുൻ സാറിന്റെ അമ്മ നല്ല സ്ത്രീയാ. എന്താ അങ്ങയുടെ ഉദ്ദേശം? എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു വിവാഹം നടത്തിയത്? നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒന്നും അറിയില്ല. വലിയ രഹസ്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അർജുൻ സാറിന്റെ ക്യാരക്ടർ അങ്ങോട്ട് പിടികിട്ടുന്നതേയില്ല. ഓഫീസിൽ നിന്ന് വരുമ്പോ ബർഗറും ഹൽവയും മുല്ലപ്പൂവും ഒക്കെ കൊണ്ടുവരും. എനിക്കല്ല, ഭാര്യയോട് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് വീട്ടുകാരെ കാണിക്കാൻ. വട്ടാണോടി? ഞാനത് നേരിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആളിൽ എവിടെയോ ഒരു നന്മയുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ? എന്ത്? അല്ല, ആൾക്ക് നന്മയുണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചു. മനസ്സിന് വല്ല ചാഞ്ചാട്ടം ഉണ്ടോ? എന്താ, പ്രേമമാണെന്നാണോ? പ്രേമത്തെ കുറിച്ച് ആളുടെ കണ്ടുപിടുത്തം എന്താണെന്നറിയോ? പ്രേമത്തെ പോലെ ഇത്രയും മണ്ടത്തരം നിറഞ്ഞ വൃത്തികെട്ട സംഗതി വേറെയില്ല. പ്രേമിക്കുന്നവരെ തിരണ്ടി വാലുകൊണ്ട് തല്ലണം. വട്ട് തന്നെ ആയിരിക്കും. പക്ഷെ എന്റെ അച്ഛനെ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് എനിക്ക് എന്തും സഹിച്ചേ പറ്റൂ. രാത്രികളിലൊക്കെ പ്രശ്നങ്ങൾ വല്ലതും? ആദ്യത്തെ ദിവസത്തെ കാര്യം നീ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ 2 ദിവസമായി വിചിത്രമായ ഉറക്കമാണ്. വിചിത്രമായ ഉറക്കോ? ആ, ഒരു ഗ്ലാസ് പാല് കുടിച്ച ഉടനെ ഉറക്കം. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഉറങ്ങി. ഇന്നലെ അർജുൻ സാറാ നേരത്തെ ഉറങ്ങിയത്. അതെന്താടി അങ്ങനെ ഒരു ഉറക്കം? എന്താണെന്നറിയില്ല. ഇന്ന് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി ആവാൻ വേണ്ടി കാത്തിരിക്കുക. ഹലോ ആന്റി. അനുക്കുട്ടി, ഞാനൊരു സന്തോഷ വാർത്ത അറിയിച്ച അനുക്കുട്ടി എന്ത് സമ്മാനം തരും? അല്ല, വില കൂടിയതൊന്നും വേണ്ട, എനിക്ക് സ്നേഹം മാത്രം മതി. ഇവര് പറയാൻ പോകുന്ന സന്തോഷ വാർത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കനകയുടെ അപകടം. എന്താ ആന്റി? രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് കേട്ടിട്ടുണ്ടോ? ആ കനകയുടെ കൈ ഒടിഞ്ഞു സ്കൂട്ടർ ആക്സിഡന്റില്. വഴിയിൽ ആരുടെയോ സ്കൂട്ടർ ഇടിച്ചു. ആണോ? അയ്യോ, അവര് പൂജയുടെ ഒപ്പം നിൽക്കുന്ന ആളാണെങ്കിലും ഇങ്ങനെ അപകടമൊക്കെ വരുവാന്ന് വെച്ചാ അത് കുറച്ച് കഷ്ടമാണ്. ദേ അനുവിന്റെ ഈ സഹതാപം ഒക്കെ മാറ്റിവെക്കണം. മനസ്സ് കട്ടിയാക്കണം. ഈ കനകത്തിന് എന്തെങ്കിലും സംഭവിക്കണമെന്ന് ഞാൻ നേരാത്ത നേർച്ചയില്ല. മിനിമം ഒരു പാമ്പ് കുത്തിയാലെങ്കിലും മതിയായിരുന്നു ഭഗവാനേന്ന് ഞാൻ ഇന്നലെ കൂടി പ്രാർത്ഥിച്ചതാ. ആ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിരിക്കും ഇന്നത്തെ ഈ ആക്സിഡന്റ്. ഇവിടെ ഉള്ളവർക്ക് സ്വന്തം കുടുംബത്തിലെ ആരോ മരണപ്പെട്ട പോലുള്ളൊരു വ്യസനവാ. ആ പെണ്ണുണ്ടല്ലോ പൂജ, അവൾ കിട്ടിയ അവസരം മുതലെടുത്ത് അഭിനയം തുടങ്ങിയിട്ടുണ്ട്. മാധുരി ചേച്ചിയാണെങ്കിലേ ദുഃഖപ്പായ വെച്ച് കിടന്നില്ലെന്നുള്ള കുറവ് മാത്രമേ ഉള്ളൂ. കരച്ചിലും പിഴിച്ചിലും നിർത്തുന്നില്ലെന്നേ. അവരെ ഇടിച്ച ആളിനെ ഒന്ന് കണ്ടെങ്കിലേ സത്യമായിട്ടും മോളെ ഞാനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തേനെ. മോളെ, ദേ മോള് നോക്കിക്കോ, മധു ആന്റി പറഞ്ഞത് കുറിച്ചു വെച്ചോ. ഈ പൂജയല്ല കൂജ. ഞാൻ ആ കൂജയെ ചവിട്ടി പുറത്താക്കിയിട്ട്
മോളെ ഞാൻ ഇവിടെ കൊണ്ടുവരും. മധു ആന്റി കൊണ്ടുവരും. ഇവിടെ മാധുരി ചേച്ചിയൊക്കെ അവളെ എത്ര സപ്പോർട്ട് ചെയ്താലും ശരി. ഹലോ മോളെ, മോളെ, ഹലോ, ക്ലിയർ ആവുന്നില്ല. ഞാൻ കാണാൻ വരും ആന്റി, അപ്പൊ സംസാരിക്കാം. ഓക്കെ? അപ്പൊ ഓക്കെ. മധു, അനു ആണോ ഫോൺ ചെയ്ത്? ആ അതെ, കുടുംബത്ത് നടക്കുന്ന ഒരു വിഷമം കുടുംബക്കാരെ അറിയിക്കണമെന്നാണല്ലോ. വിഷമം അറിയിക്കുന്നതായിട്ടല്ല തോന്നിയത്, വീട്ടിനുള്ളിലെ കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത് പോലെയാ തോന്നിയത്. അല്ലേ ചേച്ചി, ഇത് എന്ത് തരം വാക്കുകൾ എടുത്ത് ഉപയോഗിക്കുന്നേ? ചോർത്തി കൊടുക്കലോ എന്ന് വെച്ചാ ഞാൻ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ചാരയെന്ന്. ചാരപ്രവർത്തനം നടത്തിയെന്നല്ലേ? ഒരു രാജ്യത്തെ രഹസ്യങ്ങൾ വേറൊരു രാജ്യത്തിന് ചോർത്തി കൊടുക്കും പോലെ. എന്തൊക്കെ ഉരുണ്ട് കളിച്ചാലും മധുമിത കാണിച്ചത് മോശമായി പോയി. പൂജ ആരാണെന്നും എന്താണെന്നും ഒക്കെ തെളിയേണ്ടിയിരിക്കുന്നു. അനു അന്ന് നമ്മളോട് പറഞ്ഞതൊക്കെ ശരിയുമായിരിക്കാം. പക്ഷെ അതൊക്കെ തെളിയുന്നത് വരെയെങ്കിലും നമ്മൾ സ്നേഹിക്കണ്ട, ഒരു മനുഷ്യജീവിയാണെന്നുള്ള മിനിമം പരിഗണനയെങ്കിലും കൊടുക്കണ്ടേ? ചില കാര്യങ്ങൾക്കൊക്കെ മനസ്സില്ലാതെയാണെങ്കിലും ഞാനും കണ്ണടച്ചിട്ടില്ലേ? അയ്യടാ, അല്ലേ ഞാൻ ഇവിടെ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞു, അതിന് കനകേച്ചിയുടെ അപകടം അങ്ങ് ആഘോഷിക്കും പോലെയാ എനിക്ക് തോന്നിയത്. അവരൊരു പാവം സ്ത്രീയാ. മറ്റൊരു വീട്ടിലെ അടുക്കള ജോലി ചെയ്യേണ്ട അവസ്ഥ, അത് എന്തുമാത്രം ഗതികേടാണെന്ന് അങ്ങനൊരു അവസ്ഥ വരുമ്പോഴേ മനസ്സിലാവും. ആർക്കും അങ്ങനൊരു ഗതി വരാതിരിക്കട്ടെ. കനകേച്ചി എനിക്കൊരു സഹോദരിയെ പോലെയാ. ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. പിന്നെ പറയുമ്പോ മധുവിന് ദേഷ്യം തോന്നരുത്. ചോറിങ്ങും കൂറങ്ങും എന്നുള്ള രീതി ശരിയല്ല. മനസ്സിലായി മനസ്സിലായി. ഞങ്ങൾ ഇവിടുന്ന് ആഹാരം കഴിക്കുന്നതിനെ കുറിച്ചാ ചേച്ചി പറയുന്നെങ്കില് അതെനിക്ക് ഫീൽ ചെയ്യേ ഇല്ല. കാരണം ഈ വീട്ടിലെ കുടുംബപരമായുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞു? മാധുരി ചേച്ചി കൂടുതൽ തർക്കിക്കല്ലേ. ഈ വീട്ടിലെ അവസാന വാക്ക് അമ്മയുടേതാ. എന്റെ അമ്മയുടെ തീരുമാനം ഈ വീടിന്റെ തീരുമാനം. ചേച്ചി, ആദ്യം നമുക്ക് കുറച്ച് സൂപ്പ് കുടിക്കാം. അപ്പൊ ഒരു ഉന്മേഷമൊക്കെ വരും. ഭേദമാകുന്നത് വരെ ദിവസവും സൂപ്പും ആഹാരത്തിന്റെ കൂടെ കുടിക്കണം. വേണ്ട മോളെ, ചേച്ചി കഴിച്ചോളാം. ആഹാ, ചേച്ചി എങ്ങനെ കഴിക്കുന്ന? എടുത്തേ കൈ കൊണ്ടോ? വെറുതെ വാശി പിടിക്കല്ലേ. വാ തുറക്ക്. ചേച്ചി വെക്കുമ്പോലൊന്നും ശരിയാവില്ല, ഒരുമാതിരിയൊക്കെ. ചേച്ചി, കുഞ്ഞിലെ അമ്മ ഇതുപോലെ ആഹാരം തന്നത് ഓർമ്മയുണ്ട്. ചെറുതിലെ അമ്മ പോയി, പിന്നീടിപ്പോ എന്റെ അമ്മ എനിക്ക് ആഹാരം തരുന്നത് പോലെ. അയ്യോ ചേച്ചി, അങ്ങനൊന്നും സങ്കടപ്പെടല്ലേ. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം വെച്ചു വിളമ്പുന്നു. അപ്പോ ഞങ്ങളും തിരിച്ചു ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ? മോളെ, എന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. മാധുരി മോൾക്ക് കിട്ടുന്ന മരുമോള് മോളെപ്പോലെ തന്നെ ആയിരിക്കണമെന്ന്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ചേച്ചി, എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമ്പോ അമ്മയും ആനന്ദേട്ടനും മധുവൊക്കെ പറയുന്നത് സത്യമാണെന്ന് തോന്നും. പക്ഷെ ആ കുട്ടിയെ കാണുമ്പോ എനിക്ക് മുമ്പ് എങ്ങോ കണ്ടിട്ടുള്ളൊരു മുഖം ഓർമ്മ വരും. അരുണിമ ചേച്ചിയോ കുഞ്ഞിലെ കണ്ട അനുക്കുട്ടിയോ ഒക്കെ. മോള് ധൈര്യമായിട്ടിരിക്കെ. ആശുപത്രിയിലെ ആ കൂട്ടുകാരി പറഞ്ഞതറിയോ? പൂജമോളെ പോലൊരു കൂട്ടുകാരിയെ കിട്ടുക എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാണെന്ന്. നല്ലത് സംഭവിക്കുന്നു തന്നെയാ ചേച്ചി ഞാനും കരുതുന്നത്. ചേച്ചി റെസ്റ്റ് എടുത്തോളൂ. ജോലിയുടെ കാര്യമൊന്നും പറയണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം.
എന്താടാ ഈ സമയത്ത് നീ വരാറില്ലല്ലോ? കനകേച്ചി കാണാൻ. ഓ, അതിന്റെ ഇടയ്ക്ക് അവള് വിളിച്ചു പറഞ്ഞു കാണും. അല്ല, ഈ കനകം എന്ന് പറയുന്നത് ഇനി പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ വല്ല ആണോ? ആണോ അമ്മേ? കനകേച്ചി എങ്ങനെയുണ്ട് ചേച്ചി? അർജുൻ മോനോ? കോടതിയിൽ നിന്ന് വന്നാണോ? കോടതി ഇല്ലേ മോനെ? കനകേച്ചിക്ക് ആക്സിഡന്റ് ആയെന്ന വിവരം അമ്മ വിളിച്ച് പറഞ്ഞു. എങ്ങനെയുണ്ട് ചേച്ചി ഇപ്പോ? ഏയ് ചേച്ചി, എന്താ ഇത്? മോനെ, ചേച്ചിക്ക് ഈ നിമിഷം അങ്ങ് ജീവിതം അവസാനിപ്പിച്ചാലും സന്തോഷം. ഇത്രയും സ്നേഹമുള്ളവരുടെ ഇടയിലാണല്ലോ ഞാൻ മരിച്ചതെന്ന് ആത്മാവിന് തൃപ്തി കിട്ടും. ഏറ്റവും വലിയ ബന്ധം രക്തബന്ധമാണെന്ന് പറയും. അതൊന്നുമല്ല, സ്നേഹബന്ധ ഏറ്റവും വലിയ ബന്ധം. കനകേച്ചി, ചേച്ചി ഞങ്ങളുടെ കുടുംബത്തിലൊരു മെമ്പറാ. അമ്മേ, കനകേച്ചി കൊണ്ട് ജോലിയും ചെയ്യിപ്പിക്കണ്ട. ഫുഡ് നമുക്ക് ഓർഡർ ചെയ്ത് വരുത്താം. അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയിൽ നിന്ന് ഒരാളെ വെക്കാം. ഒന്നും വേണ്ട മോനെ, ഒക്കെ ഞാൻ ചെയ്തോളാം. ചേച്ചി, സ്കൂട്ടർ ഇടിച്ചതാരാണ്, അല്ലെങ്കിൽ വണ്ടിയുടെ നമ്പർ, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല മോനെ. ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഏതെങ്കിലും വീട്ടിലോ കടയിലോ CCTV ഉണ്ടെങ്കിൽ എളുപ്പമായി. ഒന്നും വേണ്ട മോനെ. ചേച്ചി സമാധാനമായിട്ടിരിക്കും. ഇടിച്ച ആളിനെ ഞാൻ ചേച്ചിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. പൂജമോളുടെ കൂട്ടുകാരിയാ ചേച്ചിക്കൊരു സഹായമായിട്ട് നിന്നത്. ജീന എന്ന് പറയുന്ന കൂട്ടുകാരി. പൂജമോളെ പോലെ തന്നെ ആ മോളും. എന്തൊരു സ്നേഹമായിരുന്നു. എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നതും ആ മോളാ. കുറച്ചു നേരത്തെ തിരിച്ചു പോയതേ ഉള്ളൂ. മോനെ, മോന്റെ മനസ്സുപോലെ തന്നെ ഒരു ശാലീനിയായ കുട്ടിയാ മോന് ഭാര്യയായി കിട്ടിയിരിക്കുന്നത്. എന്ത് നാടകം കളിച്ചായാലും അവളെ ഇറക്കിയേ പറ്റൂ. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി. അനുക്കുട്ടി, ആന്റി, മാധുരി, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആഹാ, അനുമോളോ? ആന്റി. അർജുൻ, എന്തു വേണം? ഇങ്ങനെയാണോടെ സംസാരിക്കുന്നേ? എന്ത് വേണമെന്ന്? അനുക്കുട്ടിക്ക് വിഷമങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് സ്നേഹത്തോട് ഒരു വാക്ക് പോലും നീ പറയുന്നില്ലല്ലോ. അവന്റെ സ്വഭാവം അങ്ങനെയല്ലേ മധു? കനകേച്ചിക്ക് ആക്സിഡന്റ് ആയിന്ന് അറിഞ്ഞിട്ട് വന്നതാ. സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വരണ്ടാന്ന് കരുതിയിരിക്കായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സ് വന്നില്ല മുത്തശ്ശി. എല്ലാരും കാണണമെന്ന് തോന്നി. മോളുടെ വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അർജുനും അറിയാം. കനകേച്ചിയെ കാണണം, അത് ശരിയാ. പക്ഷെ നിന്നെ കൂടി കാണാനായിട്ടാ അനൂപ വന്നത്, അതുറപ്പാ. എന്നെ കാണാൻ ഇവിടെ ഒരാളുണ്ടല്ലോ. എന്താടാ ഇത്? എന്ന് വെച്ച് നിന്നെ കാണാൻ വന്നൂടെ? അടുത്ത ബന്ധുക്കളല്ലേ? ശരി, എനിക്ക് ഓഫീസിൽ പോണം. ഞാൻ പൂജ ഒന്ന് കണ്ടിട്ട് ഉടൻ പോകും. മോളെ, മോളിരിക്കേ, ഞാൻ കോഫി എടുക്കാം. അയ്യോ, അതൊന്നും വേണ്ട ആന്റി. എന്തായാലും മുത്തശ്ശിക്ക് സന്തോഷമായി. അനുക്കുട്ടി വന്നപ്പോ ഈ വീടൊന്ന് ഉണർന്നു, മനസ്സും ഉണർന്നു. അല്ലേ മാധുരി? അയ്യോ, എന്റെ പൊന്നു മുത്തശ്ശി. ജീന വന്നിരുന്നു അല്ലേ? അയ്യോ സർ, അത് സർ അവളെ മനഃപൂർവ്വം വന്നതല്ല. കനകേച്ചിക്ക് അപകടം പറ്റിയപ്പോ ആ കുട്ടിയെ വിളിച്ചിട്ട്
ഒരു താങ്ക്സ് പറഞ്ഞേക്ക്. ഏ സർ, സാർ തന്നെ ഒന്ന് വിളിച്ചു പറയൂ. അവൾക്ക് വലിയ സന്തോഷാവും. ഞാൻ നമ്പർ തരാം. വേണ്ട, താൻ തന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. കനകേച്ചി കാണാനാ ഞാൻ ഓഫീസിൽ നിന്ന് വന്നത്. കനകേച്ചി ഒന്ന് ശ്രദ്ധിക്കണം. സാറ് പറഞ്ഞില്ലെങ്കിലും ഞാനത് ചെയ്യും സർ. ഞങ്ങൾ ആശുപത്രി സ്റ്റാഫിന് അത് ഡ്യൂട്ടിയുമാണ് സർവീസുമാണ്. ഓക്കെ. പിന്നൊരു കാര്യം, ടെൻഷൻ ആവണ്ട. പ്രിയ താഴെ വന്നിട്ടുണ്ട്. കനകേച്ചിയെ കാണാൻ വന്നാണെന്നാ പറഞ്ഞ്. അതൊരു കാരണം പറയുന്നത്, അവള് തന്നെ കാണാനും ഞാനുണ്ടെങ്കിൽ എന്നെ കാണാനും വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അവളുടെ മുമ്പിൽ താൻ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്ന് അവൾക്ക് തോന്നണം. ഈ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് കളർഫുൾ ഡ്രസ്സ് എന്താ ഇടാത്ത? ഡ്രസ്സ് സിമ്പിളായിട്ടിരിക്കുന്നതാണ് സർ എനിക്കിഷ്ടം. അതുമല്ല, എനിക്ക് അധികം ഡ്രസ്സും ഇല്ല. ഇന്ന് വരുമ്പോ ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞത്, അവളുടെ മുമ്പിൽ താൻ ഒരിക്കലും താഴ്ന്നു പോകരുത്. അവള് കളിയാക്കിയ തിരിച്ചും കളിയാക്കണം. അവൾ എന്തെങ്കിലും റഫായിട്ട് സംസാരിച്ചാൽ അതേ റഫ്നെസ് അങ്ങോട്ടും കാണിച്ചേക്കണം. 1 വർഷത്തേക്ക് താൻ എന്റെ ഭാര്യ. അപ്പൊ എല്ലാ തരത്തിലും എന്റെ ഭാര്യയായിട്ട് തന്നെ അഭിനയിക്കണം. എന്റെ ക്യാരക്ടറോ അഭിമാനവും കളയുന്ന തരത്തില് അയ്യോ പാവമായിട്ട് നിൽക്കണ്ട. ഈ സ്വഭാവം ഒന്ന് മാറ്റണം. ഞാൻ ശ്രമിക്കാം സർ. പക്ഷെ ആരെയും വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എടോ, വേദനിപ്പിക്കേണ്ടവരെ വേദനിപ്പിക്കുക തന്നെ വേണം. അത് അവർക്ക് നന്നാവാനും കൂടി വേണ്ടിയിട്ടാ. ക്രിമിനൽസിനെ കോടതി ശിക്ഷിക്കുന്നതിനാ? നന്നാവാനാ? അത് മറക്കണ്ട. അപ്പൊ ശരി, ഞാൻ പോകുന്നു. അർജുൻ അതിനിടയ്ക്ക് തിരിച്ചു പോവാണോ? സത്യത്തെ അർജുനെ കണ്ടപ്പോ വലിയ സന്തോഷായി. നമുക്ക് കുറച്ചു സമയം സ്വസ്ഥമായിട്ട് സംസാരിച്ചിട്ട് പോവാ അർജുൻ. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം 2 പ്രധാനപ്പെട്ട കേസുകളുണ്ട്. സംസാരിക്കാൻ ഒട്ടും സമയമില്ല. അല്ല, കനാൻറ്റി കാണാനല്ലേ വന്നത്? കണ്ടല്ലോ. അനുമോളെ, നീ ഒട്ടും വിഷമിക്കാതെ. ഈ ദേഷ്യമൊക്കെ അവന്റെ അഭിനയമാ. ദേ കണ്ടില്ലേ, കനകത്തിന് അപകടം പറ്റിയെന്ന് പറഞ്ഞ് ഓടിപ്പടച്ചു വന്നത്. അത്രേ ഉള്ളൂ. അവന്റെ മനസ്സ് തെളിഞ്ഞ മനസ്സാ. അനുക്കുട്ടി അവന് മനസ്സിലാവും. ഞങ്ങള് മനസ്സിലാക്കി കൊടുക്കും. അനുമോളെ, ഒരു 10 മിനിറ്റ് ഭക്ഷണം റെഡിയാവും. കഴിച്ചിട്ടേ പോകാവേ. ആന്റിയാണോ ഭക്ഷണം തയ്യാറാക്കുന്നത്? കനക ചേച്ചിക്ക് വയ്യല്ലോ. മാധുരി ചേച്ചിക്ക് നല്ല കൈപുണ്യ. ഞാൻ അടുക്കള കയറാന്ന് വെച്ചാ ചേച്ചി സമ്മതിക്കില്ല. അവളൊന്നും ചെയ്യില്ലേ? ആര്? പൂജ. അവളെ കൊണ്ട് ജോലി ഏൽപ്പിക്കണം. അവള് വലിയ ബോസും ഇവിടെ ഉള്ളൊരു ജോലിക്കാരൻ. അങ്ങനെയായിരിക്കും അവൾ വിചാരിക്കുന്നത്. അങ്ങനൊന്നുമല്ല. 2-3 ദിവസമല്ലേ ആയുള്ളൂ. സാരമില്ല. ഞാനും ജോലി ചെയ്തിട്ട് കുറെ ദിവസമായി. ഒന്ന് ദേഹാനങ്ങട്ടെ. കണ്ടോ, ഇതാണ് മാധുരിയുടെ രീതി. അപ്പൊ പിന്നെ വന്നു കയറിയ പെണ്ണിന് ഒരു ചായ ഇടാൻ പോലും തോന്നില്ല. ഞാൻ അവളെ കണ്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ. അല്ല, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചവരല്ലേ, ഒന്ന് കാണാം. അല്ല, അവള് മുകളിലല്ലേ? തമ്പുരാട്ടി മാളിക മുകളിൽ തന്നെ. അനുജെന്ന് പറ അടുക്കള കയറുന്ന കാര്യം. മോളെ, അടുക്കളക്കാരി ഒന്നും പറയണ്ട. ഇവിടുത്തെ ജോലി എനിക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ആന്റി ഒന്ന് വെറുതെ നിക്ക്. അമ്മേ, ചേച്ചിക്ക് വീണ്ടും മരുമോളോട് കൂറു വന്ന തുടങ്ങി. പ്രിയ, വാ. സൂപ്പർ റൂം. അടിപൊളി ജീവിതം ആഘോഷിക്കുകയാണല്ലേ. പ്രിയ, നിന്നോട് കുറെ സംസാരിക്കാനുണ്ട്. നീ ഇരിക്ക്. അതുകൊള്ളാം. ഞാൻ ജീവിക്കേണ്ട വീട്ടില് അതിക്രമിച്ചു കയറിയിട്ട് ഇപ്പൊ എന്നോടിരിക്കാൻ പറയുന്നു. അതിശയമില്ല. പണ്ടേ എന്റെ അവകാശങ്ങൾ തട്ടിപ്പറിക്കുകയായിരുന്നല്ലോ നിന്റെ ഹോബി. പക്ഷേ ഇവിടെ നിനക്ക് തെറ്റി. നഷ്ടപ്പെട്ട രാജ്യം ഒരാൾ ആക്രമിച്ച് തിരിച്ചു പിടിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന്
നീ കാണാൻ പോകുന്നേ ഉള്ളൂ. പ്രിയ, സ്നേഹസദനത്തിൽ താമസിക്കുമ്പോ മുതൽ നീ ഇങ്ങനെയായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാ നീ എനിക്കെതിരെ ഇപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കു പ്രിയ, നിനക്ക് സംഭവിച്ച തെറ്റുകൾ എന്റെ തെറ്റുകളാക്കി ഇവിടെയുള്ളവരുടെ മുമ്പിൽ നീ അവതരിപ്പിച്ചത് ഞാൻ അറിഞ്ഞു. നിന്നെ തോൽപ്പിക്കാനല്ല, ജയിപ്പിക്കാനേ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളൂ. സ്നേഹസദനത്തിൽ ചില കാര്യങ്ങൾക്ക് നിയന്ത്രണങ്ങളൊക്കെ വെച്ചത് നിന്റെ നന്മയ്ക്കാ. ഭാവിയിൽ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാന്. ഇപ്പോഴത്തെ എന്റെ ഈ അവസ്ഥയും വിവാഹവും ഒക്കെ അതൊക്കെ 1 വർഷം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. 1 വർഷക്കാലത്തേക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ആണോ? അയ്യോടാ, കാഞ്ഞ ബുദ്ധി തന്നെ. 1 വർഷത്തേക്ക് എന്നെ ഒന്ന് തണുപ്പിച്ച് നിർത്ത്. കൊച്ചുണ്ടാവാൻ 10 മാസം മതിയല്ലോ. പ്രസവിച്ചു കഴിഞ്ഞാ പിന്നെ ആരും തള്ളിക്കളയില്ല. 1 വർഷം കടന്നു കിട്ടിയ സേഫ് അല്ലേ? നോക്ക്, 1 വർഷമല്ല, 1 യുഗം തന്നെ കാത്തിരിക്കേണ്ടി വന്നാലും നിന്റെ ഈ ജീവിതം നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവളായി ഞാൻ. പക്ഷെ ഇതിപ്പോ 1 വർഷം പോയിട്ട് 1 മാസം പോലും വേണ്ട. അതിനു മുമ്പ് നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കി അർജുന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരും. നീ നോക്കിക്കോ. ഞാൻ എന്ത് പറഞ്ഞാലും അതിന് നീ വേറെ അർത്ഥങ്ങൾ കൊടുക്കുകയാണ്. വേറെ അർത്ഥമൊന്നും അല്ല. എനിക്ക് എല്ലാത്തിനും ഇനി ഒറ്റ അർത്ഥമേ ഉള്ളൂ: നിന്റെ തകർച്ച. വെറും തകർച്ചയല്ല, സമ്പൂർണ്ണ തകർച്ച. അർജുനേക്കാൾ പണവും പ്രതാപവും ഉള്ള ഒരാളെ വേണമെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാം. പക്ഷെ അത് വേണ്ട. അതിലെനിക്ക് സുഖവും സന്തോഷവും കിട്ടില്ല. എനിക്ക് സന്തോഷം കിട്ടുന്നത് നീ തോൽക്കുന്നത് കാണുമ്പോഴാണ്. അതിനു വേണ്ടി ഞാൻ അർജുനെ തന്നെ കല്യാണം കഴിക്കും. നിന്റെ ഈ സിന്ദൂരം ഞാൻ ഒഴിപ്പിക്കും. നീ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും. 1 വർഷം ഒന്ന് കാത്തിരിക്കും. ഞാനൊരു കോടീശ്വരന്റെ മകളാണെന്ന് അറിഞ്ഞപ്പോ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എന്റെ മുറച്ചെറുക്കനെ തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. എന്നിട്ടിപ്പോ ഓരോരോ അടവുകള്. പ്രിയ, പ്ലീസ് മതി. ഞാൻ തർക്കിക്കാതെ നിൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നീ ആഗ്രഹിച്ച എൻഗേജ്മെന്റ് നടന്നില്ല. സ്വാഭാവികമായും അതിലൊരു വിഷമം നിനക്ക് കാണും. പിന്നെ ഈ വീട് നിന്റെ അമ്മയുടെ കുടുംബ വീടാ. എന്നെക്കാളും അവകാശം ഇവിടെ നിനക്കാ. പക്ഷെ പ്രിയ, ഞാനൊന്ന് പറയാം. നിന്നെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. അതിനെനിക്ക് ഒരിക്കലും കഴിയില്ല. നിന്നെയാണ് അർജുൻ സാർ വധുവായി നിശ്ചയിച്ചിരുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി, സ്നേഹസദനത്തിന് വേണ്ടിയും നമ്മുടെ അച്ഛനു വേണ്ടിയുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിനു വേണ്ടി മാത്രമാണ്.